കിങ്ഡം ഒരു ദിവസം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണല്ലോ. സിനിമയുടെ 3-ാം ദിവസമാണ് ഇന്ന് തിയേറ്ററുകളിൽ. ഇന്നത്തെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള വേൾഡ് വൈഡ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ വന്നിരിക്കുന്നു. അതിനു മുന്നേ ഒരിക്കൽ കൂടി 2 ദിവസത്തെ സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 53 കോടി രൂപയ്ക്ക് മുകളിലും ട്രാക്കേഴ്സ് കണക്കിൽ 45 കോടിയുമാണ് 2 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ. ഇന്ന് സിനിമയ്ക്ക് ശനിയാഴ്ച 20 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ട്രാക്കേഴ്സ് കണക്കിൽ ഇന്നത്തോടെ സിനിമ 65 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെടും. നാളെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ 70 കോടി രൂപയ്ക്ക് മുകളിലുള്ള പോസ്റ്ററാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നും ഇന്നലത്തേതിനടുത്തുള്ള സമാന കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 13 ലക്ഷത്തിന് മുകളിൽ ശനിയാഴ്ച കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 1 കോടി കടക്കും. 1 കോടി 15 ലക്ഷത്തിനടുത്തേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെടുന്നതാണ്. ദുൽഖർ സൽമാന്റെ വിതരണ കമ്പനി കേരളത്തിൽ വിതരണത്തിനായിട്ട് എത്തിച്ച സിനിമ കൂടിയാണ് കിങ്ഡം. സിനിമയുടെ ആകെ കേരള ഷെയർ ഇനിയും 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. നാളെ ഞായറാഴ്ചത്തെ കളക്ഷനോടെ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാവ് തന്നെ അറിയിച്ചത് പ്രകാരം സിനിമയുടെ ബഡ്ജറ്റ് 130 കോടിയാണ് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലൈഗറിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് സിനിമയ്ക്കുണ്ട്. അങ്ങനെ വിജയ് ദേവരകൊണ്ടയുടെ കരിയറിൽ തന്നെ വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ കിങ്ഡം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഉടനെ 100 കോടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കിങ്ഡത്തിന്റെ കൂടുതൽ കളക്ഷൻ നാളെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ കണക്കുകൾ അറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.